ചരിത്രമുറങ്ങുന്ന കോഴിക്കോടിൻ്റെ കാഴ്ചകൾ ഇനി KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സിൽ തുറന്ന ബസ്സിൽ നമുക്ക് കാണാം. അതിനുള്ള സൗകര്യങ്ങളാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഡബിൾ ഡെക്കർ ബസ് സിറ്റിയിൽ എത്തിയിരിക്കുന്നു. കോഴിക്കോട് സിറ്റിയിൽ ഇന്നു മുതലാണ് ഇതിൻ്റെ സർവീസ് ആരംഭിക്കുക. വിപുലമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഉള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായും തുറന്നു കിടക്കുകയാണ്. ആ ഭാഗത്ത് ഇരുന്നു കൊണ്ട് നഗരത്തിൻ്റെ മുഴുവൻ കാഴ്ചകളും കാണാം. മാനാഞ്ചിറ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച് കോഴിക്കോട് ബീച്ച് കാണുന്ന അങ്ങനെ ആ ഭാഗങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചുകൊണ്ട് പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ കുറ്റിച്ചിറ പള്ളി ഉൾപ്പെടെയുള്ള ഇതിൻ്റെ അകത്ത് ഭാഗമാകുന്നുണ്ട്. അങ്ങനെ ഈ കേന്ദ്രങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അതിൻ്റെ സിറ്റി സർവീസ് ആരംഭിക്കുക. കൃത്യമായിട്ടുള്ള അതിൻ്റെ റൂട്ടും അതുപോലെ തന്നെ അതിൻ്റെ നിരക്കുമൊക്കെ KSRTC വൈകാതെ തന്നെ പ്രസിദ്ധീകരിക്കും. ആവേശകരമായിട്ടുള്ള ഒരു ചടങ്ങിലേക്കാണ് പോകുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഈ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്യും. ഇപ്പം നിരവധിയായിട്ടുള്ള യാത്രക്കാരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. മറ്റുള്ള ജില്ലകളിലൊക്കെ തിരുവനന്തപുരവും മൂന്നാറും ഇപ്പോൾ തൃശ്ശൂരും വന്നു. നമ്മൾ കോഴിക്കോട് വരണമെന്നുള്ള കുറേ കാലത്ത് ആഗ്രഹമാണ്. ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നത് നല്ലൊരു ബസ്. ഇതിൽ ആദ്യം ഒരു യാത്രക്കാരനെന്നുള്ള ആഗ്രഹമുണ്ട്. പല KSRTC ബസ്സിലും ആദ്യ യാത്രക്കാരനായിട്ട് ചാൻസ് കിട്ടിയതാണ്. ഇതും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ നവകേരള ബസ്സിൽ ഉൾപ്പെടെ ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്തതിലൊക്കെ ബസ്സും പിന്നെ പാലക്കാട് ബസ് അതെ ഒരുപാട് ബസ്സിൽ യാത്ര ചെയ്യാൻ ആദ്യ യാത്രക്കാരനായിട്ട് ഒരുപാട് ചാൻസ് കിട്ടി. ഇതിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. ഒരു ഡബിൾ ഡെക്കർ ആദ്യമായിട്ട് കോഴിക്കോടേക്ക് ടൂറിസ്റ്റ് ബസ്സായി വന്നിരിക്കുകയാണ്. ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരുന്ന ഒരു സംവിധാനമായി ഈ ഡബിൾ ഡെക്കർ ബസ് മാറുമെന്നതിൽ സംശയമില്ല. സിറ്റി ബസ് ഇങ്ങനെ കോഴിക്കോടിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സർവീസ് ആയിരിക്കും നടത്തുക. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഏതൊക്കെ റൂട്ടുകളിലൂടെയാണ് സർവീസ് നടത്തുക എന്നുള്ളതും അതിൻ്റെ എത്രയൊക്കെയാണ് നിരക്ക് എന്നത് സംബന്ധിച്ചും ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. വൈകാതെ തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശവും അതുപോലെ ഒരു അറിയിപ്പും KSRTCയുടെ ഭാഗത്തുനിന്നുണ്ടാകും. നേരത്തെ തിരുവനന്തപുരത്തും അതുപോലെ മൂന്നാറിലും ഹിറ്റായതാണ് ഡബിൾ ഡെക്കർ ബസ്. ആ തരത്തിൽ തന്നെയായിരിക്കും കോഴിക്കോട് എത്തുന്നവരും അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നതിൽ സംശയമില്ല. ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. കോഴിക്കോട് നിന്ന് ജയ്സൽ ബാബുവിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.